വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സൽമാ ബീവിയുടെ കൊലപാതകത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മെഡിക്കൽ ബോർഡ് കൂടി പ്രതിയുടെ ഡിസ്ചാർജ് തീരുമാനിക്കും. മദ്യമല്ലാതെ മറ്റു ലഹരി പദാർത്ഥങ്ങൾ അഫാൻ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പരിശോധനാ ഫലം വ്യക്തമാക്കുന്നത്. ഫർസാൻ വീട്ടിൽ നിറങ്ങുന്നതിൻ്റെയും അഫാൻ ബൈക്കിൽ പിന്തുടരുന്നതിൻ്റെയും CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, അഫാന്റെയും ഒപ്പം അഫാന്റെ ഉമ്മയുടെയും ആരോഗ്യസ്ഥിതി കുറെ കൂടി മെച്ചപ്പെട്ടു വരുന്നു. സ്വാഭാവികമായും ഇതിനകത്ത് എന്താണ് പ്രേരണയായത്? ഈ കൊലപാതകത്തിന് ഈ കൂട്ടക്കൊലപാതകത്തിന് കാരണമായത് എന്താണ്? ഇതിലൊക്കെ കൃത്യമായി കാരണങ്ങൾ പറയേണ്ടതും പോലീസിന് കൃത്യമായി മൊഴികൾ നൽകേണ്ടതും ഈ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുമൊക്കെ, ചോദ്യം ചെയ്യലിൽ നിന്നും കൃത്യമായി വിവരങ്ങൾ എടുക്കേണ്ടതുമൊക്കെ അഫാനും ഉമ്മയും പരമാവധി സഹകരിച്ചാൽ മാത്രമാണ്. അപ്പോൾ ഇവരുടെ ആരോഗ്യം കുറെ കൂടി മെച്ചപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ പോലീസിൻ്റെ അടുത്ത നീക്കങ്ങൾ എങ്ങനെയാണ്? എപ്പോഴത്തേക്കായിരിക്കും ഡിസ്ചാർജ് ചെയ്യുക? കൂടുതൽ മൊഴിയെടുപ്പും ഒക്കെ ഇനി എപ്പോഴായിരിക്കും? ഷെഫുദ്ദീൻ 5 പേരുടെ ജീവനെടുത്ത ക്രൂരമായ കൂട്ടക്കൊലപാതകത്തിന് പിന്നിലുണ്ടായത് എന്ത് എന്നുള്ളതിന് പോലീസിന് ഏതാണ്ട് അവ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചിട്ടുണ്ട്. അതിന് കാരണം അഫാനും കുടുംബവും നേരിട്ട കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദങ്ങളുമാണ് അഫാനെ ഈ കൂട്ടക്കുരുതി ജയിപ്പിച്ചത് എന്നുള്ള ഒരു നിഗമനമാണ് പോലീസ് പ്രാഥമികമായി നൽകുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതിന് അഫാനെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഷെഫുദ്ദീൻ പറഞ്ഞതുപോലെ മാതാവ് ഷമീയുടെയും മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. നിലവിൽ അഫാന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട നിലയിൽ തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. അഫാനെ മെഡിക്കൽ കോളേജിൽ സ്കാനിങ്ങിനായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ടെന്ന്. ആ സ്കാനിങ്ങിനായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ബോർഡ് കൂടി ചേർന്ന നിലവിൽ അഫാന്റെ ആരോഗ്യസ്ഥിതി പ്രശ്നമില്ലാത്ത നിലയിലാണ് എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അല്പനേരം ഉച്ചയ്ക്ക് മുൻപായി പാങ്ങോട് പോലീസ് എത്തിയ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. പാങ്ങോട് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റ് 2 കേസുകൾ കൂടി ഉണ്ട്. ആ കേസുകളിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. അത് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലായിരിക്കും എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി അഫാനെ മെഡിക്കൽ കോളേജിൽ തന്നെ സൂക്ഷിക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. 24 മണിക്കൂർ പോലീസ് കസ്റ്റഡി എന്ന നിലയിൽ മെഡിക്കൽ കോളേജിൽ തന്നെ അഫാനെ സൂക്ഷിക്കും. പിന്നീട് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡിൽ വിടുകയോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങുകയോ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഈ 24 മണിക്കൂറിനുള്ളിൽ അഫാന്റെ മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മറ്റൊരാൾ, ഈ കേസിലെ പ്രധാനപ്പെട്ട മറ്റൊരു മൊഴി നൽകേണ്ട ആൾ, ഈ കൊലപാതക പരമ്പരയിൽ അതിജീവിച്ച ഒരേ ഒരാൾ അഫാന്റെ മാതാവ് ഷെമിയാണ്. ഷെമിയുടെ ആരോഗ്യസ്ഥിതി ആദ്യഘട്ടത്തിൽ ഗുരുതരമായിരുന്നു. സംസാരിക്കാൻ പോലും കഴിയാത്ത നിലയിലേക്ക് അപകടം പറ്റിയിരുന്നു ഷെമിക്ക്. പക്ഷേ ഈ ഘട്ടത്തിൽ ഷെമിയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം രാവിലത്തെ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് മൊഴിയെടുക്കാൻ ഭാഗത്തിലേക്ക് ഷെമിയുടെ ആരോഗ്യസ്ഥിതി ഉയർന്നിരുന്നു. എന്നാൽ പിന്നീട് മൊഴിയെടുക്കാനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടങ്ങളിലേക്ക് ആകുമ്പോഴേക്കും ഡോക്ടർമാർ ആ ഘട്ടത്തിലേക്ക് അതിൽ നിന്ന് അത് പിന്തിരിയാൻ പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ഷെമിയുടെ ആരോഗ്യസ്ഥിതി വീണ്ടും ഒരു സ്ഥിരമായി നിൽക്കുന്ന സാഹചര്യമല്ല എന്ന് മെഡിക്കൽ അധികൃതർ വ്യക്തമാക്കുകയാണ്. അതോടെ ഇന്ന് മൊഴിയെടുക്കാനുള്ള ഒരു നീക്കം പോലീസ് അവസാനിപ്പിക്കുകയായിരുന്നു. നിലവിൽ ഷെമിയുടെ മൊഴിയെടുക്കാനുള്ള ഒരു സാഹചര്യം പോലീസിന് മുമ്പിലില്ല. പക്ഷേ ആരോഗ്യസ്ഥിതി ഈ നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഷെമിയുടെ മൊഴി വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്താൻ കഴിയും. ഷെമി ഏത് രീതിയിലാണ് ഈ സംഭവങ്ങളോട് പ്രതികരിക്കുക എന്നുള്ള അടക്കം ഈ കേസിൽ നിർണായകമാണ്. കേസിൽ അതിജീവിച്ച ഒരേ ഒരാൾ എന്ന നിലയിൽ ഷെമിയുടെ മൊഴി കേസിന്റെ ദിശയെ തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റു നടപടിക്രമങ്ങളിലേക്ക് മാത്രം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ സിന്തറ്റിക് ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആണോ ഈ അഫാൻ എന്നുള്ളൊരു സംശയം നേരത്തെ തന്നെ ഉയർത്തിയതാണ്. ഇപ്പോൾ പോലീസിനും ആ സംശയം ഉണ്ടായിരുന്നു. ഈ മദ്യമല്ലാതെ മറ്റു ലഹരി പദാർത്ഥങ്ങളൊന്നും ആ സമയത്തും അഫാൻ ഉപയോഗിച്ചിട്ടില്ല എന്നിപ്പോൾ വ്യക്തമായിട്ടുണ്ടല്ലേ ആഷിഖ്? തീർച്ചയായും രാസലഹരിയുടെ സാന്നിധ്യം ഈ കേസിൽ ആദ്യഘട്ടം മുതൽ സംശയിക്കപ്പെട്ടിരുന്നു. അസാധാരണമായ നിലയിൽ ഈ രീതിയിൽ ഏറ്റവും ഉറ്റവരെ പോലും കൊല ചെയ്യുന്ന മാനസികാവസ്ഥയിലേക്ക് അഫാൻ എത്തിയതിന് പിന്നിൽ രാസലഹരിയാണ് എന്ന അഭ്യൂഹങ്ങൾ ഉയർന്നു കേൾക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് പോലീസ് ഈ കാര്യത്തിൽ സൂചന നൽകിയത് അഫാൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഏത് ലഹരിയാണ് എന്ന് ഉറപ്പിക്കാനാവില്ല എന്നായിരുന്നു. അതിന് അവർ മറുപടി പറയാൻ പറഞ്ഞത് അഫാന്റെ ബ്ലഡ് ടെസ്റ്റ് വന്നാൽ മാത്രമേ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി ലഭിക്കുകയുള്ളൂ എന്നാണ്. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് വന്നപ്പോൾ മനസ്സിലാക്കുന്നത് അഫാൻ മദ്യം മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ എന്നുള്ളതാണ്. അത് കൊലപാതകങ്ങൾ നടക്കുന്ന പരിശോധനയ്ക്ക് അയച്ചിരുന്നു, അതിന്റെ റിസൾട്ട് വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ആ സമയത്ത് മദ്യം മാത്രമേ അഫാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിന് മുമ്പൊക്കെ
മുമ്പൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അത്തരം ഉപയോഗിക്കുന്ന ശീലമുള്ള ആളായിരുന്നോ? ഇക്കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരേണ്ടത് അഫ്ഫാനെ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമാണ്. അപ്പോൾ അഫ്ഫാൻ്റെ ആരോഗ്യനില ഇപ്പോൾ കുറേ കൂടി ഭേദമായിട്ടുണ്ട്, മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനി ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം കൂടുതൽ മൊഴിയെടുപ്പിലേക്ക്, ചോദ്യം ചെയ്യലിലേക്ക് പോലീസിന് കടക്കാവുന്നതേ ഉള്ളൂ. വെഞ്ഞാറമൂട് കോട്ടക്കലേക്ക് കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണെന്ന് ആറ്റിങ്ങൽ DYSP മഞ്ജുലാൽ. കൂടുതൽ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പ്രതി അഫ്ഫാനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. മാതാവ് ഷമിയുടെ ആരോഗ്യസ്ഥിതി നോക്കിയ ശേഷം മൊഴിയെടുക്കുമെന്നും DYSP പറഞ്ഞു. പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ചെയ്തിട്ടുണ്ട്. നിലവിൽ സാമ്പത്തികമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കൂടുതൽ പിന്നീട് നമ്മൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. നിലവിൽ പാങ്ങോട് കേസിലേക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇന്ന് മജിസ്ട്രേറ്റിനെ റിമാൻഡ് ചെയ്യും. അതിനുശേഷം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് മറ്റ് കേസുകളുടെ അറസ്റ്റിലേക്കും നീങ്ങുന്നതാണ്. സാമ്പത്തികപരമായിട്ടുള്ള കടം ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത് അന്വേഷണത്തിൽ ഏറെക്കുറെ വ്യക്തമാണ്. അത് ഞാൻ പറഞ്ഞില്ല, അയാളെ കൂടുതൽ ചോദ്യം ചെയ്ത് മറ്റു കേസുകളിലൂടെ ചോദ്യം ചെയ്യുന്ന ശേഷം വ്യക്തമായ ഒരു കാര്യങ്ങളിലേക്ക് എത്താം. ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകും. ഷിജോ, കേൾക്കാമോ? കേൾക്കാം. ഷിജോ, സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ വലിയൊരു എമൗണ്ട് രണ്ടുപേർക്കും, ഇപ്പോൾ അമ്മ ഷമിക്കും ഇപ്പോൾ ഈ അഫ്ഫാനും വലിയ ബാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ സാമ്പത്തിക ബാധ്യതയുള്ള ഒരാൾ ആണെങ്കിൽ കൂടിയും ഇത്രയും ക്രൂരമായി, അതായത് സ്വന്തം രക്തത്തിൽ പിറന്ന അനുജനെ, തനിക്ക് ജന്മം നൽകിയ മാതാവിനെ, തൻ്റെ ഉപ്പായുടെ ഉമ്മയെ ഇങ്ങനെ നിഷ്കരുണം നിർദ്ദയം ഇങ്ങനെ കൊന്നുതള്ളാൻ ഇത്രയും ചെറിയൊരു സാമ്പത്തിക ബാധ്യത മാത്രം കാരണമാണോ എന്നിപ്പോൾ സാധാരണക്കാർക്കൊക്കെ തോന്നുന്നുണ്ട്. സ്വാഭാവികമായത് പോലീസിന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളിൽ ഉയർന്ന ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇപ്പോൾ പൂർണ്ണമായും ഉത്തരമാവണമെന്നുണ്ടെങ്കിൽ അഫ്ഫാനും ഒപ്പം ഷമിയും ഈ ചോദ്യം ചെയ്യലുമായി കൃത്യമായി സഹകരിക്കണം. അത് തന്നെയല്ലേ പോലീസിൻ്റെയും ഇപ്പോഴത്തെ ഒരു നിലപാട്? അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഈ അഫ്ഫാൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴിയെടുപ്പ് മാത്രമാണ് നിലവിൽ പൂർത്തിയായിട്ടുള്ളത്. ഈ പ്രാഥമികമായിട്ടുള്ള മൊഴിയെടുപ്പിൽ പ്രതി പറഞ്ഞ കാര്യങ്ങൾ, വീടിന് വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളുണ്ടായിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതേ തുടർന്ന് പല ആളുകളോടും വലിയ തരത്തിലുള്ള കടബാധ്യത ഈ കുടുംബം വരുത്തി വെച്ചിരുന്നു. അതിന് പിന്നാലെ കടക്കാരുമായിട്ടും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് ബന്ധുക്കളുമൊക്കെ ആയിട്ട് ഈ കുടുംബം പലതരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യമാണ് പ്രതി അഫ്ഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന പ്രാഥമികമായിട്ടുള്ള മൊഴി. ആ മൊഴി കണക്കിലെടുത്തുകൊണ്ട് പോലീസിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണം നടത്തിയപ്പോൾ ഈ കുടുംബത്തിന് വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ പിതാവ്, അഫ്ഫാൻ്റെ പിതാവ് വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. അവിടെയും മറ്റ് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ അവിടെയും ഉണ്ടായിരുന്നു. നാട്ടിലും ഈ കുടുംബത്തിന് പിതാവിനെ കൂടാതെ മറ്റ് ചില സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതടക്കമുള്ള വിവരങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നതാണ്. ഈ സാമ്പത്തിക പ്രയാസങ്ങൾ ഈ കുടുംബത്തിനുണ്ടായിരുന്നു. സാമ്പത്തിക പ്രയാസങ്ങളെ തുടർന്നാണ്, അല്ലെങ്കിൽ വലിയ ആഡംബര ജീവിതം നയിച്ചതിനെ തുടർന്ന് ഈ കുടുംബത്തിനുണ്ടായ സാമ്പത്തിക പ്രയാസങ്ങളെ തുടർന്നാണ് അഫ്ഫാനും കുടുംബവും വലിയൊരു ഈ പറയുന്ന കൂട്ടക്കൊലയിലേക്ക് പോയത് എന്നുള്ള കാര്യത്തിലുള്ള വിവരങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നതാണ്. അക്കാര്യങ്ങളാണ് ഇപ്പോൾ ആറ്റിങ്ങൽ DYSP മഞ്ജുലാലും പറയുന്നത്. അതായത് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം, അല്ലെങ്കിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു കൂട്ടക്കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തിച്ചേർന്നത്. ഇത് സംബന്ധിച്ച് മറ്റൊരു ദുരൂഹതയിലേക്ക് പോലീസ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നില്ല. ഇതിനകത്ത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഉണ്ട് എങ്കിൽ തന്നെ അത് കൂടുതലായിട്ടുള്ള ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ പോലീസിനും കണ്ടെത്താൻ കഴിയുകയുള്ളൂ. നിലവിൽ തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷമിയുടെ മൊഴി രേഖപ്പെടുത്തണം. ഇന്നിപ്പോൾ DYSP മഞ്ജുലാലും അതുപോലെ വെഞ്ഞാറമൂട് SHO അനൂപും സ്വകാര്യ മെഡിക്കൽ കോളേജിലെത്തി ഷമിയെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഷമിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് ചില പ്രയാസങ്ങളുണ്ട്. കാരണം സംസാരിക്കുന്നതിന് അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. താടിയലിനും കവിളിലും ഒക്കെ പൊട്ടലുള്ളതുകൊണ്ട് അവർക്ക് സംസാരിക്കുന്നതിന് പ്രയാസമുണ്ട്. അപ്പോൾ ഇന്നത്തെ അവരുടെ മൊഴിയെടുപ്പ് വേണ്ട എന്ന് വെക്കുകയായിരുന്നു. നാളെ എന്തായാലും ഷമിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയും. അല്പസമയത്തിനകം മജിസ്ട്രേറ്റ് കൂടി വന്ന് അഫ്ഫാന്റെ നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. മജിസ്ട്രേറ്റ് വന്ന് അഫ്ഫാനെ റിമാൻഡ് ചെയ്യും. മെഡിക്കൽ കോളേജിൽ തന്നെ ആയിരിക്കും അഫ്ഫാനെ പാർപ്പിക്കുക. അതിന് പിന്നാലെ 2 ദിവസത്തിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. അതിന് പിന്നാലെയായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. സൈഫുദ്ദീൻ, വലിയ സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഇത്തരത്തിലുള്ള കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. പക്ഷേ അഫ്ഫാനിൽ നിന്നും അമ്മ ഷമിയിൽ നിന്നും കൂടുതൽ മൊഴിയെടുത്താൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു പൂർണ്ണമായ വ്യക്തത വരൂ. അതിന് ദിവസം നാളെയോ മറ്റന്നാളോ ഒക്കെ ആയി ഈ അഫ്ഫാനെ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം അമ്മ ഷമിയുടെ ആരോഗ്യനില കുറെ കൂടി മെച്ചപ്പെട്ടതിന് ശേഷം മാത്രമേ മൊഴിയെടുപ്പിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. വിശദാംശം നൽകിയത് ഷിജോ.